മാർക്കോസിന്റെ സുവിശേഷം 9:23 പറയുന്നു, യേശുവിനോട് നിന്നാൽ കഴിയുമെങ്കിലോ എന്നോ, വിശ്വസിക്കുന്നതിന് സകലതും കഴിയും, സകലതും കഴിയും, സകലതും കഴിയും. അല്ലേല ഈ ദിവസങ്ങൾ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം അതിൽ വരണ്ട നിലത്ത് വേര് മുളയ്ക്കുന്ന പോലെ ദൈവത്തിന്റെ വചനം മുളച്ചു വരാൻ പോവുക. വരണ്ട നിലത്ത് സാധാരണ വേര് മുളയ്ക്കാറില്ല, കാരണം എല്ലാം പ്രതികൂലം. വേര് മുളയ്ക്കാൻ ഒരു ചാൻസും ഇല്ല. 53 വരണ്ട നിലത്ത് വേര് മുളയ്ക്കാൻ ഒരു ചാൻസും ഇല്ല. എന്നാലും ദൈവം അവൻ ഇളയ ദൈവം വരണ്ട നിലത്ത് നിന്ന് വേര് മുളയ്ക്കുന്ന പോലെ അവന്റെ ഭാഗം വളരും. ഹല്ലേലൂയ. ആ വേരിന് മുളയ്ക്കാൻ ഒരു ചാൻസും ഇല്ല, പക്ഷെ വേര് മുളയ്ക്കും. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഇതാനസിക്കുന്ന വേര് മുളയ്ക്കാനുള്ള മണ്ണാണ്, വേര് മുളയ്ക്കേണ്ട വെള്ളമാണ് വിശ്വാസം. വിശ്വസിക്കുന്നവനാൽ സകലതും കഴിയും, സകലതും കഴിയും. പിന്നെ മർക്കോസ് 11 ഹല്ലേലൂയ 22 പറയുന്ന, യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നവർക്കായി ലഭിച്ചുവെന്ന് വിശ്വസിക്കും, എന്നാൽ അത് നിങ്ങൾക്ക് പറയുന്നു. അപ്പോൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ ദിവസങ്ങൾ ഹൃദയത്തിൽ അവിശ്വാസമില്ലാതെ വിശ്വാസമുള്ളവരായിരുന്നാൽ ഹാലും കർത്താവ് ചില നമ്മുടെ മധ്യത്തിൽ ചെയ്യും. അല്ലെങ്കിൽ അതാണ് 17:22 പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുന്നില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ വചനം വേണം. വചനം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. ഇപ്പൊ വചനമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. പിന്നെ വചനം വേണം, പിന്നെ വിശ്വാസം വേണം, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന വേണം, പിന്നെ ഉപവാസം വേണം. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ആരാധന വേണം. അത് ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ആ 21 വാക്യം നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് വിശ്വാസം വേണം, കടുകുമണിയോളം വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിന്റെ വചനം. അല്ലേല. അപ്പൊ കടുകുമണി പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിക്കണം. കടുകുമണിയോളം വിശ്വാസം, കടുകുമണി നിറഞ്ഞ കടുകുമണി, അതിനകത്തോട്ടും വിശ്വാസമില്ലാതിരിക്കണം. അല്ലേല. കടുകുമണി നിറഞ്ഞതാണ്, എണ്ണയ്ക്കകത്ത് വരുമ്പോൾ പൊട്ടുന്നത്. അല്ലേല. തീക്കകത്ത് വരുമ്പോൾ അത് പൊട്ടുന്നുണ്ട്, അതിന് സ്പേസ് ഇല്ല അതിനകത്തിന്. അല്ലേല. നിങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പൊട്ടും. അല്ലേല. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുന്നില്ല. എങ്കിലും പ്രാർത്ഥന അല്ലാതെ ഈ ചാടി പോകുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട്. അപ്പം വചനം വേണം, വിശ്വാസം വേണം, പ്രാർത്ഥന വേണം, ഉപവാസം വേണം, ആരാധന വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലുണ്ട് കാര്യം നടക്കും. വിമാനസിക്കര ഹാലയിൽ കർത്താവ് രാവിലെ എന്നോട് ഇടപെട്ട് ഇതാണ്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചോളൂ. ഹല്ലേലൂയ. 1:11-12 പറയുന്നു, രമ്യാവെ നീ എന്ത് കാണുന്നു? ഹല്ലേലൂയ. വേദാന്തത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു. ഹല്ലേലൂയ. അപ്പോഴ് വേദാന്തത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു. അപ്പോഴ് കർത്താവ് പറഞ്ഞു, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ആകരിച്ചോളൂ. പറഞ്ഞ വചനത്തിന് കർത്താവ് ഉത്തരവാദി. കർത്താവിന്റെ വായിന്ന് പുറപ്പെട്ട വചനം ഹല്ലേലൂയ അത് അയക്കുകാര് എല്ലാ വചനത്തിനും ഒരു അസൈൻമെന്റ് ഉണ്ട്. അസൈൻമെന്റ് ചെയ്യാതെ വചനം തിരിച്ചു വരത്തില്ല. ശരിയാ. അതാണ് 55:12 പറയുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് ഞാനായിട്ട് കാര്യം സാധിപ്പിക്കുന്നു. കണ്ടോ? അതുപോലെ ദൈവമാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമായിരിക്കും. അത് വെറുതെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ദൈവത്തിന് ഇഷ്ടമുള്ള നിവർത്തിക്ക് കാര്യം ചെയ്യും. അപ്പൊ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവം ചില കാര്യങ്ങൾ ഇവിടെ പോകും. അപ്പൊ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ ഹെൽപ്പ് ചെയ്യുക പ്രവർത്തിക്കാൻ. കാരണം അവിശ്വാസം നിമിത്തം അവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെന്ന് മാർക്കോസ് 6:6 പറയുന്നുണ്ട്. അവിടെ അവിശ്വാസം നിമിത്തം ദൈവത്തിന് ചില കാര്യങ്ങൾ അവിടെ അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴ് നമ്മൾ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്തേക്കും, എന്റെ നാമത്തിൽ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, എന്റെ നാമത്തിൽ വന്നറിയാവുന്ന കുടിച്ചാൽ ഹാനി വരികയില്ല. അല്ലെങ്കിൽ മാനസിക്ക് എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്തേക്കും, നാമത്തിൽ ഒരു ഭാഷകളിൽ സംസാരിക്കും. അപ്പൊ കർത്താവിന്റെ നാമം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ വിശ്വാസം വേണം. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. മാർക്കോസ് 6:6 പറയുന്നു, അവരുടെ അവിശ്വാസം ഹേതുവായവൻ അപ്പോഴേ അല്ല അവിടെ ഏതാനും ചില രോഗികളെ കഴുത്ത് സൗഖ്യം വെച്ചല്ലാതെ
അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ അവിശ്വാസം നിമിത്തം. നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല. അല്ലെങ്കിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വചനം തരും. ആ വചനം അല്ലെങ്കിൽ ആ വചനം വിശ്വാസമായിട്ട് പരിണമിക്കില്ല. അങ്ങനെ വിശ്വാസമായിട്ട് വചനം പരിണമിക്കുമ്പോൾ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ കാണും. ആ രസിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ആലയിലെ വിശ്വസനായ സ്വർഗപിതാവെ, നല്ല സ്വർഗത്തിനാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. എലീശ തന്റെ അരുന്നടുത്ത് കല്ലേലി ഹരാം രാജാവ് തന്റെ സൈന്യമുറിയിൽ പറയുന്ന കാര്യങ്ങൾ എലീശയ്ക്ക് നീ വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ ഗേഹസിക്ക് വിമാനസ്കരപരത്തൂര ആല വിശ്വാസമില്ല. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ ശബരിമല മുഴുവൻ കർത്താവ് ശബരിമല മുഴുവൻ ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞതാണ് ഗേഹസി കാണുന്നത്. എലീശ പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ കണ്ണ് തുറക്കണമേ, 6:14 കണ്ണ് തുറക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന് കണ്ണ് തുറക്കണം. ദൈവപ്രവൃത്തി കാണുവാൻ കാണത്തോളം ഞങ്ങളുടെ കണ്ണ് തുറക്കണം. ഞങ്ങൾ ഇന്ന് കാണുന്ന ശത്രു സൈന്യത്തെ എന്നാലും പറഞ്ഞു ദൈവപുരുഷന്റെ ബാല്യക്കാർ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യ കുതിരകളും ജനങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നതാണ്. നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ശത്രുവിനെ കണ്ട പേടിക്കും. ശത്രുവിനെ കണ്ട പേടിക്കുന്ന ദൈവപ്രവൃത്തി കാണുമ്പോൾ കർത്താവിന്റെ ധൈര്യം വരുമല്ലോ. അതിനോ പേടിക്കുന്ന നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു നിന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. മല നിറഞ്ഞിരിക്കുന്നവൻ കണ്ടു. അവന്റെ അടുത്ത് വന്നപ്പോൾ ഈശോയോട് പ്രവർത്തിച്ചു, കർത്താവ് ഈ ജാതി രമേശപ്രകാരം അവൻ അവരെ അന്തരം പിടിപ്പിച്ചു. കർത്താവ് ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന സ്തോത്രം കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. ദൈവപ്രവൃത്തി കാണുവാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. പാലിക്കാരന്റെ കണ്ണ് തുറന്നുപോലെ ഞങ്ങൾ വലിയ വിമാനസിക്കുന്ന തേജസ്സിന്റെ പ്രവൃത്തി കാണാൻ പോവുക. കാത്തിരിക്കുന്നതിനും വേണ്ടി കണ്ണത്തെ ബലവാൻ കാത്തിക്കുന്ന കണ്ണ് ഭൂമിയിൽ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുക. സ്വന്തം ദൂത സൈന്യം ഇറങ്ങിയിരിക്കുക. സ്വന്തം ശബാലോ മനാധിപതന അശുർ പാലത്ത് ഒരു ദൂതൻ ഇറങ്ങി 1,85,000 പേരെ സംഘടിച്ചത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു പ്രവൃത്തി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നതിനായ സ്വന്തം ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണ് ദിവസങ്ങളിൽ തുറക്കണം. ദൈവ പ്രവൃത്തി കാണുവാൻ ദൂത സൈന്യത്തെ കാണുവാൻ ഒരു വാക്ക് മതി, നീ ഒന്ന് നോക്കിയാൽ മതി. ചന്ദ്രനകത്ത് കൺഫ്യൂഷൻ അറുപനോർത്ത് എല്ലാം സാധിച്ചെന്നോർത്ത് എന്ന ചന്ദ്രനകത്ത് കൺഫ്യൂഷൻ ചന്ദ്രനകത്ത് കൺഫ്യൂഷൻ ഇട്ട ദൈവം ശിവാരാസിക്കര ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ശത്രുവാലത്തി കൺഫ്യൂഷൻ ഇടുന്ന ദൈവം അവർക്ക് ഇരുട്ട് ഇവരെ ദൈവ മക്കൾക്ക് വെളിച്ചം. ശത്രുവാളന്റെ ഭയം, ശത്രുവാളന്റെ നിരാശ, ശത്രുവാളന്റെ ഭീതി അവർക്ക് മനസ്സിലായി. ദൈവം വെച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായി. ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. വേണ്ടി മുസ്ലിമിനോട് യുദ്ധം ചെയ്യുന്ന ഒരുപാട് അവർക്ക് മനസ്സിലായി. യുദ്ധം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കി എഴുതാറ്റിരിക്കാൻ സ്വതന്ത്രം ദൈവം എഴുതാറ്റിരിക്കാൻ സ്വതന്ത്രം ദൈവം എഴുതാറ്റിരിക്കാൻ സ്വതന്ത്രം. ഞാൻ യഹോവ എന്ന മുസ്ലിമർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഞാൻ യഹോവ എന്ന മുസ്ലിമിന് മനസ്സിലാക്കി കർത്താവ് ധീരധീര കർത്താവ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദിവസങ്ങളിൽ പോകുന്നതിനായ സ്വതന്ത്രം ജനത്തെ ഉറപ്പിക്കണമേ. അല്പം ചിലർക്ക് വേണ്ടി കർത്താവ് വേണ്ടി പ്രവർത്തിച്ച ദൈവമാണല്ലോ. ഒരു മൈനോറിറ്റിക്ക് വേണ്ടി കർത്താവ് 300 പേർക്ക് വേണ്ടി കർത്താവ് ഊതിയപ്പോൾ കർത്താവ് ശത്രുപാലത്തിൽ നീ കലക്കിട്ടല്ലോ. പൊരുതിയല്ലോ. അവിടെ പരസ്പരം പൊരുതി തോറ്റല്ല കർത്താവ്. മിഥ്യാനൊരു പരസ്പരം പൊടിയതുപോലെ ഈ ദിവസങ്ങളിൽ ശത്രുപാലത്തിൽ കലക്കണം. ആരാധിച്ചപ്പോ കർത്താവ് ശത്രുപാലത്തിൽ കർത്താവ് കർത്താവ് ഹിമാനസിക്കര ഫൈക്കില്ലല്ലോ. കർത്താവ് ദിവസങ്ങൾ വലിയ അത്ഭുത പ്രവർത്തി കാണാൻ പോകുന്ന ശത്രുപാലത്തിൽ കൺഫ്യൂഷൻ ഹിമാനസിക്കര വരവാണി കൺഫ്യൂഷൻ ചന്ദ്രനകത്ത് കൺഫ്യൂഷൻ ചന്ദ്രനകത്ത് അന്ധകാരം
ജീവിതത്തിലെ കർത്താവ് ഇവനെ വലിയ ആഗ്രഹത്തോടെ ഭഗവാൻ ഇറങ്ങിയതാ. വലിയ ആഗ്രഹത്തോടെ ഇസ്രായേൽ ജനത്തെ ഇപ്പോൾ ഒതുക്കാന്ന് ഞാൻ പിന്തുടരും പിടിക്കും ഉള്ള പങ്കിടും. എന്റെ ആശ അവരാ പൂർത്തിയായി എന്റെ കൈ ഇവാൻ അത്തിക്കര വാണ് ഊരും. അല്ലെങ്കിൽ എന്റെ കൈ വരെ നിഗ്രഹിച്ചത് ശത്രു പറഞ്ഞാൽ നീ കാറ്റിനെ ഊതിച്ചു കടലവരെ മൂടിയോ ഇയം പോലെ പെരുവെള്ളത്തിൽ താണു, ഇയം പോലെ പെരുവെള്ളത്തിൽ താണു, ഇയം പോലെ പെരുവെള്ളത്തിൽ താണു. ശബാൻ അത്തിക്കര വന കർത്താവേ നിന്റെ ജനത്തിന് വേണ്ടി ഇവാൻ അത്തിക്കര നീ എഴുന്നേറ്റിരിക്കുക. സ്വോത്രത്തിന്റെ ജനത്തിന് വേണ്ടി എഴുന്നേറ്റിരിക്കുക. സ്വോത്രം കാണത്തില്ല, ഇന്ന് തന്നെ മെച്ചമെന്നാളെ കാണത്തില്ല. ചുമാൻ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, യഹോവ ചുമാൻ നമുക്ക് വേണ്ടി അവരോട് യുദ്ധം ചെയ്യുന്നത്. കർത്താവ് വലിയ പ്രവൃത്തി ഇരുപാട് ഇങ്ങനെ യഹോവ ഇസ്രായേലിലെ മുസ്ലിമുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ചന്ദ്രക്കര ചർച്ചറിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേലിൽ കാണുകയും ചെയ്തു. യഹോവ ചെയ്ത് മഹാപ്രവൃത്തി ഇസ്രായേലിൽ കണ്ടു. അവയെ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ പോകുന്നതിനായ സ്തോത്രം. ദുഷ്ടമാക്കുന്ന പ്രതികൾ സ്വന്തം കണ്ണുകൊണ്ട് കാണും. വലിയൊരു ദൈവപ്രവൃത്തിക്കായി ഞങ്ങളെ ഒരുക്കിയിരിക്കാൻ സ്തോത്രം. ജനം യുദ്ധസന്നദ്ധരായി ചന്ദ്രന്റെ തീരത്ത് വന്നതുപോലെ ജനം യുദ്ധസന്നദ്ധരായി ചന്ദ്രന്റെ തീരത്ത് വന്നതുപോലെ കർത്താവേ ഞങ്ങൾ നിന്റെ സന്നിധി വന്നിരിക്കാം. പുരമാന തിരുവതാ സമുദ്ര ശത്രുവിന്റെ ആയുധങ്ങൾ നിഷ്ഫലമാക്കിയിരിക്കുക സ്തോത്രം. ശത്രുവിന്റെ പ്രവർത്തനം നിഷ്ഫലമായിരിക്കാൻ സ്തോത്രം. എനിക്ക് കുട്ടികളിരിക്കുന്ന എല്ലാ ദൈവമക്കളെ സഹായിക്കണം. ഈ കുട്ടിവന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ സഹായിക്കണം. ആയുധം ധരിച്ച ഹിമാൻ അത്തിക്കര ഹാലയിലെ യുദ്ധസന്നദ്ധരായി ഞങ്ങൾ വന്നിരിക്കാം. യുദ്ധസന്നദ്ധരായി ഞങ്ങൾ വന്നിരിക്കുക കർത്താവ്. കർത്താവിനെ നിന്റെ പ്രവൃത്തി ചെയ്യുന്നതിനായ സ്തോത്രം. ഹിമാൻ സെർബാബിന്റെ മുമ്പിലുള്ള മഹാപ്രഭുരമേ നീ ആര്? നീ സെർബാബ് സൈന്യത്താൽ ശക്തിന്റെ ആത്മാവിനാൽ അത്ര ഹിമാൻ എത്തിക്കറോ വരാധുവതര സൈന്യത്താൽ വല്ല ശക്തിയാൽ വല്ല എന്റെ ആത്മാവിനാൽ അത്ര ഹിമാൻ എത്തിക്കര സെർബാബിന്റെ മുമ്പിലുള്ള മഹാപ്രഭുരം നീ ആര്? നീ സമഭൂമിയായിത്തീരും. ഈ പ്രവൃത്തി ദിവസം ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുക സ്തോത്രം. ലൈനായിരിക്കും എല്ലാ ദൈവമക്കളെ സഹായിക്കണം. ലീഡിയദാസിനെ സഹായിക്കണം. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയും ആരും അധൈര്യപ്പെട്ടു പോകാനോ പിന്മാറി പോകാനോ വിശ്വാസം ക്ഷീണിക്കാനോ ഇടയാകണം. ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുക സ്തോത്രം. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കാൻ ഓരോരുത്തരെ സമർപ്പിക്കുന്നത് അറിവിനാ ഞങ്ങൾ വരുത്താം. സലീസും കരങ്ങൾ തന്നു പ്രാർത്ഥനയായിട്ടിരിക്കുക സ്തോത്രം നാമത്തിൽ തന്നെ. Amen. Thank you. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ തിങ്കളാഴ്ച ദിവസത്തിന്റെ ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രി മുഴുവനും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവർക്ക് ശരീരാത്മദേഹികളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രി ഇടിവിൽ നിന്നുകൊണ്ട് കർത്താവേ, നിന്റെ പൊന്നുമുഖം നോക്കുവാന്, എന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാനാ പ്രിയപ്പെട്ടവർക്ക് പിന്നെയും കൃപ പകരണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ നീ ഒരു നാൾ സമ്മതിക്കുകയില്ലല്ലോ. നിന്റെ അത്ഭുതത്തിന്റെ കാര്യം നീ നേട്ടുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഞങ്ങളുടെ ആത്മമണവാളനെ നിന്റെ സ്വരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ. ഈ ദിവസങ്ങളില് കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമേ. അവിശ്വാസമില്ലാതെ കർത്താവേ, ഞങ്ങൾ ഈ കാസർഗോഡ് ഈ മലയോട് നീങ്ങുവാൻ കൽപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കുമെന്ന് നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം കർത്താവേ, നിന്റെ വചന പ്രകാരം ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഒന്നും നിഷ്ഫലമായി പോകുവാൻ നീ സമ്മതിക്കയില്ലല്ലോ അപ്പച്ച. നിന്റെ വലിയ പ്രവൃത്തി രാജ്യത്ത് നീ ചെയ്തെടുക്കാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ രാജ്യത്ത് ഉള്ള നിന്നെ മുഖത്തേക്ക് നോക്കി നിന്റെ മക്കളെ നീ ലജ്ജിപ്പിക്കയില്ലല്ലോ കർത്താവേ. നിന്റെ കരം പ്രവർത്തിക്കും കർത്താവേ. ഈ സമുദ്രത്തിന്റെ ഉള്ളില് ആ ഇരുമ്പ് കഷ്ണം തന്നു പോയി അത് എങ്ങനെ വരുമെന്ന് ചിന്തിക്കുമ്പോൾ അതാ ഇരുമ്പിനെ പൊക്കിയെടുക്കുവാൻ, ഇരുമ്പ് പൊക്കി വരുത്തുവാൻ കർത്താവേ നിനക്ക് സകലത് സാധ്യമാണ് കർത്താവേ. ഇരുളിൽ നിന്ന് വെളിച്ചം ഉദിക്കത്ത് കർത്താവേ. സത്യം വെളിപ്പെടുത്ത് കർത്താവേ. സത്യത്തെ മറയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ പച്ച. സത്യം വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. നീതിമാനായവനെ, സകലത്തിന്റെയും ഉടമസ്ഥനെ, രാജാവേ, നീതിയുടെ ന്യായാധിപതിയെ, നീ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന
സമയമാകിയാൽ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ വചനം ദുർബലമാക്കുന്നു, നിന്റെ വചനത്തെ ദുർബലമാക്കുന്നു. നീ എഴുന്നേറ്റ് ഈ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രയർ ലൈനായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഏഴകളുടെ അപേക്ഷ നീ ശ്രദ്ധിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മാസങ്ങളായി പ്രാർത്ഥിക്കുന്നതിന്റെ മക്കളുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ പ്രയർ ലൈൻ വർദ്ധിച്ചു വരുവാൻ, രാജ്യങ്ങളിലേക്ക് പകരുവാൻ, ഇതിൽ നിന്ന് ആളുകൾ ഇതിൽ ചേരുവാൻ സ്വർഗം ഇടവരുത്തുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന് അതിനായിട്ട് സ്തോത്രം. നല്ല വചനം തന്ന സഹോദരി പ്രാർത്ഥന സ്തോത്രം. കുടുംബമായിട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുന്നവർ, ആലോചന തരുന്നവർ, നിന്റെ ദാസന്മാരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ വേളകളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയപേക്ഷിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Thank you. Praise the Lord.